Hey, boys and girls. So, have you ever thought why you repeat the same mistakes, or you are lacking confidence when it is important? Today, I will be explaining what is subconscious mind and the conscious mind, and how they secretly control your life. See, our mind has two parts. One is conscious mind, and one is subconscious mind. See, I will say an example. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. തിങ്ക് അവർ മൈൻഡ് ആസ് എൻ ഐസ്ബർഗ്. ഐസ്ബർഗ് എന്ന് പറയുമ്പോൾ വലിയ മഞ്ഞ് മലയായിട്ട് നമ്മുടെ മനസ്സിനെ ഒന്ന് കാണുക. ആൻഡ് ദ ടോപ്പ് ഭാഗം, നമ്മൾ ആ കാണുന്ന ഭാഗമായിരിക്കും നമ്മളെ കോൺഷ്യസ് മൈൻഡ്. ആൻഡ് അതിൽ താഴെ നമ്മുടെ വെള്ളത്തിൻ്റെ അടിയിലുള്ള ഒരു വലിയ ഭാഗമാണ് ഈസ് അവർ സബ് കോൺഷ്യസ് മൈൻഡ്. ഓക്കെ, the conscious mind is for we are using conscious mind in each and every moments. Like, I am using my conscious mind to say this. Okay, listening, thinking, deciding, studying, talking, it's all conscious mind. Okay, for example, choosing what to eat today, or deciding what to study today, or planning your future. But the thing is, the conscious mind is very small. Okay, it works only when you are aware. And the subconscious mind is extremely powerful. It stores your beliefs, habits, fears, confidence and past experience. അതായത് സബ്കോൺഷ്യസ് മൈൻഡിലാണ് നിങ്ങളുടെ ബിലീഫ്സ്, നിങ്ങളുടെ പേടികൾ, നിങ്ങളുടെ കോൺഫിഡൻസ്, അതേപോലെ നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് എല്ലാം വന്ന് കിടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പം എക്സാമിനോട് പേടിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോൺഫിഡൻസിന് കുറവുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ചിലരൊക്കെ ഓട്ടോമാറ്റിക്കലി ഒരു 6 AM എന്ന് പറയുന്ന ടൈമിൽ എണീക്കുന്നുണ്ടെങ്കിൽ, അതെങ്കിൽ ലൈക്ക് ഒരു ചിന്തിക്കാതെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നത്, അതെല്ലാം നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ്. ഓക്കെ, യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ഡസൻ തിങ്ക്, ഇറ്റ് അക്സെപ്റ്റ്സ്. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കോൺഷ്യസ് മൈൻഡിനെ പോലെ ഇരുന്ന് ആലോചിക്കത്തില്ല. ഇറ്റ് അക്സെപ്റ്റ്സ് വാട്ട് വി ആർ ഫീഡിങ് ടു അവർ സബ് കോൺഷ്യസ് മൈൻഡ്. ഓക്കെ, സോ മോസ്റ്റ് ഓഫ് അവർ സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ചെയ്യപ്പെടുന്നത് നമ്മുടെ ചൈൽഡ്ഹുഡ് ടൈംസിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ പാരൻസ് പറയുന്ന കൂടുതൽ കാര്യങ്ങളും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മുടെ ബിലീഫ്സും നമ്മുടെ ഫിയേഴ്സുമായിട്ടൊക്കെ രജിസ്റ്റർ ആയിട്ടുള്ളത്. സോ പണ്ടൊക്കെ നമ്മുടെ പാരൻസ് ചിലപ്പോൾ നമുക്ക് ഈ ഫുഡ് കഴിച്ചില്ലെങ്കിൽ കൊക്കോച്ചി ഒന്ന് പിടിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രേതങ്ങൾ വന്ന് പിടിച്ചുകൊണ്ട് പോകും എന്നൊക്കെ പറയും. സോ ആ ഒരു പേടി നമ്മൾക്ക് പണ്ട് തൊട്ടേ കൊണ്ട് ചിലപ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ വലിയൊരു മനുഷ്യനായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പേടി കാണും. But we can't remember how that came. It's because our subconscious mind is having that same experience. So from like most of our subconscious program is formed during childhood, from teachers, from parents, etc., from society, etc. So and I want to say how our subconscious mind controls our life. If your subconscious mind believes that I am not good enough, അതായത് ഞാൻ ഒരു ചിലപ്പം എന്നെ കൊണ്ട് അത് പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്ക് അത്രയും പറ്റുന്നില്ല എന്ന് നമ്മൾ സബ്കോൺഷ്യസ് മൈൻഡ് ബിലീവ് ചെയ്താൽ, യു വിൽ സെൽഫ് സപ്പോർട്ടേജ് ദ ഓപ്പർച്യൂണിറ്റീസ്. അതായത് നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ തന്നെ സെൽഫ് സപ്പോർട്ടേജ് ചെയ്യും. ഓക്കെ, നമ്മൾ തന്നെ അത് ഒഴിവാക്കാൻ നോക്കും, മനസ്സിലായില്ല? അല്ലെങ്കിൽ വി ഡോണ്ട് അട്രാക്ട് എനി ഓപ്പർച്യൂണിറ്റീസ്. സോ ഇതുകൊണ്ടാണ് എല്ലാവരും ചിലപ്പോൾ സം ഓഫ് ദം ഐ സേ ടു മൈ ഫ്രണ്ട്സ് ഓ മൈ കൊളീഗ്സ് ദാറ്റ് അവർ ചിലപ്പോൾ അവരെ തന്നെ നെഗറ്റീവായിട്ട് സംസാരിക്കും. ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ദെയർ ഡൗൺഫോൾ. ബിക്കോസ് അവർ സ്വന്തമായിട്ട് പറയുമ്പോൾ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെയാണ് അത് കേട്ടോണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഈവൻ ഇഫ് യു ആർ സം കൈൻഡ് ഓഫ്, നമുക്ക് പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ വി ഷുഡ് positive or encourage ourselves for being good man, or to become a good person, or great with great caliber. Okay, so next example is
ഇഫ് യുവർ സബ്കോൺഷ്യസ് മൈൻഡ് ഈസ് തിങ്കിങ് ദാറ്റ് മണി ഈസ് ഹാർഡ് ടു ഏൺ, നമ്മൾ പണം ഉണ്ടാക്കുന്നത് പാടാണ് എന്ന് നമ്മൾ സബ്കോൺഷ്യസ് മൈൻഡ് തിങ്ക് ചെയ്താൽ യു വിൽ സ്ട്രഗിൾ ഫൈനാൻഷ്യലി ബ്രോ. ആക്ച്വലി നമ്മൾ ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യും. കാരണം പണം ഉണ്ടാക്കാൻ നമ്മൾ പാടാണെന്ന് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിന് വിശ്വസിക്കുന്നുണ്ടെങ്കിലും നമുക്ക് പാടായിരിക്കും പണം ഉണ്ടാക്കാൻ. മൈൻഡ് ഈസ് എവറിത്തിങ്. നമ്മൾ ചുറ്റും കാണുന്നത് മാത്രമല്ല, മൈൻഡ് ഈസ് എവറിത്തിങ്. ഞാൻ കുറേ പോഡ്കാസ്റ്റും അതേപോലെ കുറേ വീഡിയോസും കുറേ നോട്ട്സും എല്ലാം വായിച്ചതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ വി ക്യാൻ കൺട്രോൾ അവർ ലൈഫ് വി ക്യാൻ മേക്ക് അവർ ലൈഫ് ദ ബെസ്റ്റ് വിത്ത് അവർ മൈൻഡ്സ്. മൈൻഡ് ഈസ് എവറിത്തിങ്. സോ നിങ്ങളുടെ ഇന്നത്തെ ഒരു റിഫ്ലക്ഷൻ, അതായത് നിങ്ങളുടെ ഇന്നത്തെ ഒരു ഡേ നടന്നത് എങ്ങനെയെന്നറിയാമോ? നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ബിലീഫ്സ് പോലെയായിരിക്കും ഇന്നത്തെ ഡേ നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴുള്ളത്. സം ടൈംസ് നമുക്ക് പൈസ ഇല്ലാത്തപ്പോൾ എനിക്ക് ചില സമയത്തൊക്കെ ഫിയർ വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ ഒരു ഫിയർ ഉള്ളത് കൊണ്ടാണ്. ബട്ട് ദ തിങ് ഈസ്, നമ്മുടെ മനസ്സിൽ പാരഡൈം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പാരഡൈം മീൻസ് ദ സെറ്റ് ഓഫ് ബിലീഫ്സ്. നമ്മുടെ മനസ്സിലുള്ള സെറ്റ് ഓഫ് ബിലീഫ്സാണ്. അത് നമുക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഓക്കെ, പാരഡൈംസ് നമ്മൾ പ്രോഗ്രാം ചെയ്താൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ ബിലീഫ്സ് നമുക്ക് മാറ്റി എഴുതാൻ പറ്റിയാൽ നമുക്ക് വിജയിക്കാൻ വേറെ ഒന്നും വേണ്ട. എന്തുകൊണ്ടാണ് നമുക്ക് വലിയ എഡ്യൂക്കേഷനും വലിയ നോളജും ഇല്ലാത്ത ആൾക്കാർ വിജയിക്കണമെന്നുണ്ടല്ലോ? ദേ യൂസ് ദ പവർ ഓഫ് ഇമാജിനേഷൻ്റെ പവർ എന്നൊക്കെ പറയപ്പോൾ ഭയങ്കര വലുതാണ്. സോ ഞാൻ ഈ ടോപ്പിക്കിൽ നിന്ന് മാറി വരുവാണ്. ജസ്റ്റ് കമ്മിങ് ടു ദ സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെ നമുക്ക് റീപ്രോഗ്രാമിങ് ചെയ്യാൻ പറ്റും? ഓക്കെ, നമ്മൾ ആക്ഷനബിൾ സ്റ്റെപ്സ് എടുക്കണം. റെപ്പിറ്റേഷൻ, ദിസ് ഈസ് എ ബെസ്റ്റ് തിങ്. വെൻ യു റിപ്പീറ്റ്, യുവർ സബ് കോൺഷ്യസ് മൈൻഡ് അക്സെപ്റ്റ്സ്. ഓക്കെ, അതായത് നമ്മൾ പോസിറ്റീവായിട്ട് അഫേം ചെയ്യണം. നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ അഫേം സെൽഫ് ടോക്ക് ചെയ്യണം. നമ്മൾ സ്വന്തമായിട്ട് നല്ല നല്ല കാര്യങ്ങൾ സംസാരിക്കണം. നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് അത് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഞാൻ +2 ടൈമിൽ, ഞാൻ സ്കൂളിൽ പോകുന്ന ടൈമിൽ ഐ വിൽ ബി സേയിങ് ദാറ്റ് ഐ ആം ടോപ്പർ, ഐ ആം റിച്ച്, ഐ ആം പോസിറ്റീവ്, ഐ ആം ഹാപ്പി, ഐ ആം റിച്ച്, ഐ ആം പവർഫുൾ, ഐ ആം ടോപ്പ്. ഞാൻ അങ്ങനെ പറഞ്ഞ് ഈവൻ ദോ ഞാൻ അത് അപ്പോൾ ബിലീവ് ചെയ്യുന്നില്ലെങ്കിലും somehow my results came fantastically and I was the topper for maths. സോ ഭയങ്കര മാർക്കൊന്നും ഇല്ലായിരുന്നു, പക്ഷെ സ്കൂളിൽ എനിക്ക് ടോപ്പർ ആവാൻ പറ്റി. ഓക്കെ, സെക്കൻഡ് തിങ് ഈസ്, നമുക്ക് റീപ്രോഗ്രാമിങ്ങിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോഴാണ് സെക്കൻഡ് തിങ് ഈസ് ഇമോഷൻ ഈസ് ദ ലാംഗ്വേജ് ഓഫ് സബ് കോൺഷ്യസ്. ഓക്കെ, ഈ നമ്മൾ ഫീൽ ചെയ്യുന്നതാണ് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ലാംഗ്വേജ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഐ ആം ടോപ്പർ എന്ന് പറയുമ്പോൾ അതൊരു ഫീൽ ചെയ്യണം നമ്മൾ. ഓക്കെ, ഓർ ഐ ആം ഹാപ്പി, ഞാൻ സന്തോഷവാനാണെന്ന് പറഞ്ഞ് നമ്മൾ ഫീൽ ചെയ്യണം. ഓക്കെ, ഹൗ യു വിൽ ബി വെൻ യു ആർ ഹാപ്പി, ദാറ്റ്സ് വാട്ട് വി വാണ്ട്. ഓക്കെ, തേർഡ് തിങ് ഈസ് വിഷ്വലൈസേഷൻ. വെൻ യു ഇമാജിൻ സംതിങ് അഗെയിൻ ആൻഡ് അഗെയിൻ, യുവർ സബ് കോൺഷ്യസ് തിങ്സ് ഇറ്റ്സ് റിയൽ. ഓക്കെ, നമ്മുടെ ബ്രെയിനിന് അറിയത്തില്ല നമ്മൾ ചിന്തിക്കണതാണോ അതോ റിയാലിറ്റിയിൽ നടക്കണതാണോ ശരിക്കും ഉള്ളതെന്ന്. സോ നമ്മൾ റിയാലിറ്റിയിൽ നടക്കണതും ശരിയാണെന്ന് വിചാരിക്കും. നമ്മളിപ്പോൾ ഇമാജിനേഷൻ ചെയ്യണതും ബ്രെയിൻ, നമ്മുടെ മൈൻഡ് വിചാരിക്കും ഇറ്റ്സ് റിയൽ എന്ന്. അപ്പോൾ നമ്മൾ ഒരു സാധനം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്കെന്താണ്, അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യും. സോ ആൻഡ് കമ്മിങ് ടു ദ എൻഡ്, ഞാൻ 5 മിനിറ്റ്സിൻ്റെ വീഡിയോ ഉണ്ടാക്കാനാണ് വിചാരിച്ചത് ഗൈസ്. നമ്മുടെ ചേഞ്ച് യുവർ സബ് കോൺഷ്യസ് ബിലീവ്സ് ബ്രോ, ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ, യുവർ ലൈഫ് വിൽ ഓട്ടോമാറ്റിക്കലി ചേഞ്ച്. കോൾ ടു ആക്ഷൻ, സ്റ്റാർട്ട് വാച്ചിങ് യുവർ നിങ്ങളുടെ തോട്ട്സ്. നിങ്ങളൊന്ന്, അതായത് ഞാനിപ്പം ട്രൈ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മുടെ തോട്ട്സ് എന്തൊക്കെയാണ് നമ്മളൊന്ന് ലൈക്ക് റീകോൾ ചെയ്യാൻ. നമ്മൾ എന്താണ്, നമ്മൾ ഫാസ്റ്റ്ലി കയറി റിയാക്ട് ചെയ്യാണ്ട് നമ്മൾ തോട്ട്സ് നമ്മൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യണം. ഓക്കെ, എന്തൊക്കെയാണ് നമ്മുടെ തോട്ട്സ്? ഓക്കെ, സ്റ്റാർട്ട് സ്പീക്കിംഗ് കൈൻഡ്ലി ടുവേർഡ്സ് യുവർ സെൽഫ്. നമ്മൾക്ക് കൈൻഡ് ആയാലേ പറ്റുള്ളൂ. ബിക്കോസ് യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ ലൈഫ്. സോ നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആവണമെങ്കിൽ നിങ്ങൾ അക്നോളജ് ചെയ്യണം. നിങ്ങളുടെ തെറ്റുകൾ എന്തൊക്കെയാണെങ്കിലും അക്നോളജ് ഇറ്റ് ബ്രോ. ആൻഡ് വാട്ട് ടു സേ, സ്റ്റാർട്ട് സ്പീക്കിംഗ് കൈൻഡ് ടു യുവർ സെൽഫ്. ബിക്കോസ് യുവർ മൈൻഡ് ഈസ് ഓൾവേസ് ലിസണിങ് ടു യു. നമ്മുടെ മൈൻഡ് നമ്മൾ സംസാരിക്കുന്ന കാര്യം തന്നെ, ഇപ്പോൾ എൻ്റെ കയ്യിൽ പണമില്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ മനസ്സ് കേട്ട് അത് സബ് കോൺഷ്യസിലൊരു ബിലീഫ് ആവും. ഓക്കെ,
So I guess this video will be beneficial for you. And എനിക്ക് എൻ്റെ മോട്ടീവ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാമോ? എനിക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. ഐ ലവ് ടു ടീച്ച്. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് പഠിപ്പിച്ച് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സോ ഐ ആം ടേക്കിംഗ് ദിസ് വീഡിയോ ആൻഡ് ഇറ്റ് ഹാപ്പൻഡ് ലൈക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ഐ ഹാവ് എ നോട്ട്സ് വിത്ത് മീ. ആൻഡ് ഞാൻ എന്താണ് എനിക്ക് ചെറിയ കാര്യങ്ങളൊക്കെ അറിയാം, എന്താണ് കാര്യങ്ങളൊക്കെ അറിയാം, എങ്കിലും എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് ഞാൻ ജസ്റ്റ് ഐ ടേക്ക് എ നോട്ട്. ആൻഡ് സോ ഐ ഗെസ് ഇത് ഒരാളെങ്കിലും കാണുമെന്ന് എനിക്കറിയാം. കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു ടൈമിൽ ഇത് ഒരു ഇതിലെത്തും എന്ന് എനിക്കറിയാം. ആൻഡ് ഐ എം ഗോയിങ് ടു പോസ്റ്റ് ഇറ്റ് ഇൻ എ റോ മാനർ. താങ്ക് യു ഗൈസ്. ബൈ. Amir, I am signing out. Bye.